കേരളത്തിൽ 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ന്യൂസ് മലയാളത്തോട്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയെ നേരിടാൻ എൽ.ഡി.എഫും യു.ഡി.എഫും ചേർന്ന് ഇന്ത്യ സഖ്യമാകും. എൻ.ഡി.എ കേരളത്തിൽ അത്ര മുന്നേറ്റം കൈവരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടു. എൻ്റെ പ്രഡിക്ഷനാണ്, എഴുതി വെച്ചോളൂ. ഇതായിരിക്കും അവസാനത്തെ ഇലക്ഷൻ. 3 മുന്നണി മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷനാണ് 2026. ഇത് കഴിഞ്ഞ് അടുത്ത ഏത് ഇലക്ഷനാണെങ്കിൽ ലോക്സഭ, ലോക്കൽ ബോഡി, അസംബ്ലി, ഇത് 2 മുന്നണിമാർ മാത്രമേ ഇവിടെ മത്സരിക്കുള്ളൂ. ഒന്ന് എൻ.ഡി.എ, മറുവശത്ത് CPM-ഉം കോൺഗ്രസിൻ്റെ ഇന്ത്യ അലയൻസ് ഒരുമിച്ച് മത്സരിക്കും. ഇവിടെ 27 സ്റ്റേറ്റിൽ മറ്റു യൂണിയൻ ടെറിട്ടറീസിൽ മത്സരിക്കുന്ന ഇന്ത്യ അലയൻസ് ഇവിടെയും അതുപോലെ തന്നെ മെർജായിട്ട് മത്സരിക്കും. ഈ നാടകം 26 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ നാടകം പൊളിക്കും, കഴിയും. ആ കളി അങ്ങ് തീർക്കും. ഇനി എൻ.ഡി.എ വേഴ്സസ് ഇന്ത്യ അലയൻസ് ഒഫീഷ്യലി. ഇനിയിപ്പോൾ അൺഒഫീഷ്യൽ നാടകമൊന്നും ആവശ്യമില്ല. അതായിരിക്കും ഇനി വരാൻ പോകുന്ന 26 കഴിഞ്ഞിട്ട് സ്ഥിതി. ഇവിടുത്തെ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പിൽ അതായിരിക്കും വലിയൊരു മാറ്റം. പിണറായിയും ബി.ജെ.പിയും തമ്മിൽ ഒരു ഡീലും ഉണ്ടാക്കില്ല. നിരവധി ബി.ജെ.പിക്കാരെ വെട്ടിക്കൊന്ന CPIM-ഉമായി ഡീൽ ഉണ്ടാക്കിയാൽ പ്രവർത്തകർ തന്നെ തല്ലും. അധികാരത്തിന് ആരുടെ കൂടെയും കൂടുന്നത് കോൺഗ്രസ് ആണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിൽ ആരാണ് ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ? ഞങ്ങളാണോ? CPM-ഉം കോൺഗ്രസ് അല്ലേ? തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ഒരുമിച്ച് ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ? പിന്നെ ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? പിണറായി വിജയനും CPM-ഉം BJP തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ചാൻസസ് ഞാൻ പറഞ്ഞുതരാം. മൊട്ട പൂജ്യം. കാരണം ഞാൻ പറഞ്ഞുതരാം. CPM ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ പേരെ വെട്ടിക്കൊന്ന പാർട്ടിയാണ്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഞാനൊരു വലിയ പ്രാഗ്മാറ്റിക് പൊളിറ്റീഷ്യൻ ആണെങ്കിലും അങ്ങനെ വിചാരിച്ചോളൂ. ഞാൻ വലിയൊരു മോഡേൺ പൊളിറ്റിക്സാണ്, ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എൻ്റെ പാർട്ടിക്കാർ എന്നെ തല്ലും ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്താൽ. എന്തും ചെയ്യും, ആരുടെ ഒപ്പം രാഷ്ട്രീയം ചെയ്യും. CPM-ൻ്റെ ഒപ്പം ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം, മൂന്നാമത്തെ ദിവസം SDPI-ൻ്റെ ഒപ്പം. ആരുടെ ഒപ്പം രാഷ്ട്രീയം ചെയ്ത് പവർ പിടിക്കുന്ന ഒരു രീതി അത് കോൺഗ്രസ് പാർട്ടിയാണ്, ഞങ്ങളല്ല. അത് ഞങ്ങൾ ചെയ്യില്ല, ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യാൻ പോകുന്നുമില്ല. നേമത്തെ എതിർ സ്ഥാനാർത്ഥി ശിവൻകുട്ടിക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞടിച്ചു. മണ്ഡലത്തിൽ നിഗൂഢ ഇടപാടുകൾ നടക്കുന്നു എന്ന ആരോപണം തെളിയിക്കാൻ ശിവൻകുട്ടിയെ രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചു. ശിവൻകുട്ടി SDPI-യുടെ കാലു പിടിക്കുന്നുവെന്നും രാജീവ് പറഞ്ഞു. ഇതൊരു സൂപ്പർമാൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് പേടി? എന്തിനാണ് SDPI-ൻ്റെ കാലും പിടിക്കുന്നത്? പിന്നെ എന്തിനാണ് ഒരു ഡമ്മി കാൻഡിഡേറ്റ്, രാജീവിൻ്റെ പേരിൽ ഡമ്മി കാൻഡിഡേറ്റ് വെക്കുന്നത്? എന്തിനാണ് ലേബർ മിനിസ്റ്ററിന് എല്ലാവരും ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റി വെക്കുന്നത്? ഞാൻ ശിവൻകുട്ടിയോട് ഞാനിപ്പോൾ ഒരു വെല്ലുവിളി, അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറയൂ, പബ്ലിക്കലി പറയൂ, നമുക്ക് കോർട്ടിൽ കാണാം. ഇതെല്ലാം വെറുതെ. ഞാനൊരു വ്യവസായിയാണ്, എൻ്റെ മലയാളം ശരിയല്ല, എനിക്ക് മുണ്ടുകൊടുക്കാൻ അറിയില്ല, എനിക്ക് ചോറും സാമ്പാർ കഴിക്കാൻ അറിയില്ല. ഇതാണോ വിഷു? എലക്ഷൻ്റെ മുമ്പ് വിഷയങ്ങൾ എന്താണെന്ന് നിങ്ങൾ 10 കൊല്ലായിരം MLA ആണ്, നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ലേ ജനങ്ങൾ ചോദിക്കുന്നത്? അത് പറയൂ. രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്യുന്നു, രാജീവ് ചന്ദ്രശേഖർ എവിടെ പോകുന്നു, അതല്ലല്ലോ ഇഷ്യൂ. പിന്നെ അങ്ങനെ ഇതിനെക്കുറിച്ച് തെളിവുണ്ടെങ്കിൽ പോയി പോലീസിനോട് പറയാ. പോലീസ് ആരെ കീഴാ? ആരാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി? മുഖ്യമന്ത്രി അല്ലേ? എന്തെങ്കിലും അങ്ങനെ ചെയ്യൂ.